തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിഴവ്, ചിഹ്നം മാറിമറിഞ്ഞു. ആപ്പിൾ മോതിരമായി. ആപ്പിളായി പാലക്കാട്ടെ ഇടതുമുന്നണി. വൈകിട്ട് ആപ്പിൾ ചിഹ്നം അനുവദിച്ചിരുന്നു. തുടർന്ന് കുടവും അനുവദിച്ചു. പിന്നീടാണ് മോതിരം അനുവദിച്ചത്. സാങ്കേതിക പിഴവാണെന്നാണ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. റസാഖ് മോതിരം ചിഹ്നത്തിൽ വോട്ട് തേടും. ചിഹ്നങ്ങൾ മാറിമറിഞ്ഞതോടെ സ്ഥാനാർത്ഥികളും CPM അണികളും വെട്ടിലായി. ചിഹ്നം അവരാദ്യം പ്രസിദ്ധീകരിച്ച് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഒരു ഫ്രീ സിമ്പിൾസ് കുറേ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് സെലക്ട് ചെയ്തൊരു 3 ചിഹ്നം കൊടുത്തിരുന്നു. 3 ചിഹ്നത്തിൽ അവർ ചിഹ്നം അനുവദിക്കുന്ന ആ സമയം വന്ന ഏകദേശം 3 മണിക്ക് അനുവദിക്കുന്ന സമയം വന്നപ്പോൾ അതിൽ 2 ചിഹ്നം മരവിപ്പിച്ചതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓർഡർ ഉണ്ട്. അതുകൊണ്ട് അത് കഴിയില്ല എന്ന് പറഞ്ഞ് 3ാമത് നമ്മൾ കൊടുത്ത ചിഹ്നം അനുവദിച്ചു തന്നിരുന്നു. അനുവദിച്ചു തന്നത് പബ്ലിഷ് ചെയ്ത ശേഷമാണ്. പിന്നീട് രാത്രി 8 മണിക്ക് ശേഷം അപ്പം അത് അനുവദിച്ചു തരികയും നമ്മളത് പബ്ലിഷ് ചെയ്യുകയും ചിഹ്നം ഇന്നതാണെന്നൊക്കെ പുറത്ത് വരികയും ചെയ്ത ശേഷമാണ് രാത്രി 8 മണിക്ക് ശേഷം വീണ്ടും ഇലക്ഷൻ കമ്മീഷൻ തിരിച്ച് ആ ചിഹ്നം അനുവദിക്കാൻ പറ്റില്ല എന്ന് RDO അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു. ചർച്ചയ്ക്ക് വിളിച്ച ശേഷം ഇതിന് പല സാങ്കേതികമായ പല കാരണങ്ങളും പറയുന്നുണ്ട്. അതിലേക്കൊന്നും അത്ര ആഴത്തിൽ നമുക്ക് പോകാനുള്ള സമയം കിട്ടിയിട്ടില്ല. സാങ്കേതികമായ കാരണങ്ങൾ പറയുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അവസാനം നമുക്ക് മോതിരം ചിഹ്നം അനുവദിച്ചതായിട്ട് കത്ത് തന്നിരുന്നു. പിന്നെ നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ മോതിരം ചിഹ്നം നമുക്ക് നൽകുന്നില്ല. അതോടൊപ്പം തന്നെ ഒരു പത്രക്കുറിപ്പ്, ഈ വന്ന തെറ്റുകളിനെ കുറിച്ച് വിശദീകരിച്ച് പത്രക്കുറിപ്പ് RDO ഇറക്കുകയും ചെയ്തിട്ട് അത് നിങ്ങൾക്ക് അധികം താമസിയാതെ കിട്ടുന്നതായിരിക്കും. പലതവണ പുതിയ ചിഹ്നങ്ങൾ വെച്ച് കാർഡുകളും പോസ്റ്ററുകളും തയ്യാറാക്കേണ്ടി വന്നു. സ്വതന്ത്രനായാണ് റസാഖ് CPMന് വേണ്ടി മത്സര രംഗത്തുള്ളത്. കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിലും സ്വതന്ത്രനായാണ് CPM പാലക്കാട് പരീക്ഷിച്ചത്. അന്ന് സ്റ്റെതസ്കോപ്പായിരുന്നു ചിഹ്നം. UTV ന്യൂസ്, പാലക്കാട്.